Good morning, dear students. We have been discussing the essay Gender Justice and the Media from 2 to 3 days. I hope you are understanding and are coping with the lesson. Only few are watching. What happened to others, I don't know. So try to understand the terms I have first said in the class. Gender, what is gender, sex, gender role, gender lens. Okay. Now, in the essay, in the beginning, author starts with some interrelated aspects. എന്തായിരുന്നു ആ ഇൻ്റർറിലേറ്റഡ് ആസ്പെക്ട്സ് 4 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റീരിയോടിപ്പിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് മെൻ ആൻഡ് വുമൻ, ഹൗ ദേ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ്, ഹൗ ദേ ആർ ഓപ്പോസിറ്റ് ടു ജെൻഡർ ഈക്വാലിറ്റി, അതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഓതർ പറയാണ് ഷീ ഈസ് ഫോക്കസിങ് ഓൺ ദിസ് പോയിൻറ്റ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ആസ്പെക്റ്റ് എന്താണ്? റിപ്രസെൻറ്റേഷൻ ഓഫ് മെൻ ആൻഡ് വിമൻ ഇൻ പെർട്ടിക്കുലർ മാസ് മീഡിയ അല്ലെങ്കിൽ ന്യൂസ് മീഡിയ. സോ എന്തുകൊണ്ടാണ് ന്യൂസ് മീഡിയനെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ തന്നു. ബിക്കോസ് ന്യൂസ് മീഡിയ ഈസ് ഓംനിപൊട്ടൻറ്റ് ആൻഡ് ഓംനിപ്രസൻറ്റ്, പിന്നെ ഇറ്റ് ഹാസ് ഓൾ ദ പൊട്ടൻഷ്യൽ ടു ചേഞ്ച് ദ society or to challenge the dominant order. Then she discusses the dark side of the media. After that, she goes on to analyze the data provided by the GMMP. GMMP is Global Media Monitoring Project. Through this analysis, she finds out that women were not represented. There is unequal representation of women in media. She finds out the reasons. One of the main reason is that gender is not incorporated in the general news coverage. So ന്യൂസ് കവറേജിൽ, ജനറൽ ന്യൂസ് കവറേജിൽ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് മെയിൻ കാരണം. പിന്നെ GMMP റിപ്പോർട്ട് എന്താണ് പറയുന്നത്? ജെൻഡർ ആംഗിൾ ഈസ് ആബ്സെൻറ്റ് ഇൻ ദ ഹാർഡ് ന്യൂസ്. ഹാർഡ് ന്യൂസും സോഫ്റ്റ് ന്യൂസ് എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഹാർഡ് ന്യൂസ് മീൻസ് ദ ന്യൂസ് ദാറ്റ് ഹാസ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. അത് പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള ന്യൂസ്. അങ്ങനെയുള്ള ഒരു ഹാർഡ് ന്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഫ്രണ്ട് പേജിൽ വരുന്ന ന്യൂസിന് എന്താണ്? ഈ ഒരു ജെൻഡർ ആംഗിൾ ആബ്സെൻ്റ് ആണ്. അതാണ് ഈ ഒരു അൺഈക്വൽ റിപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ മീഡിയ യുടെ മെയിൻ കാരണം എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. അതിന് ഇനി റീസൺ കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് സൊല്യൂഷൻ വേണം അല്ലേ? എങ്ങനെ ഇനി ഇത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം? വിമൻ റിപ്രസെൻറ്റേഷൻ ഇൻ മീഡിയ എങ്ങനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം? അതിനുള്ള സൊല്യൂഷനാണ് ജെൻഡർ സെൻസിറ്റീവ് ജേർണലിസം. ജെൻഡർ സെൻസിറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞാൽ ഏത് ന്യൂസും സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന എന്ത് കാര്യവും എല്ലാ ഈവൻസും എങ്ങനെയാണ് കാണേണ്ടത്? ഇറ്റ് ഷുഡ് ബി സീൻ ത്രൂ ദ ഐസ് ഓഫ് ഓൾ ജെൻഡേഴ്സ്. ഒരു മെയിൽ പെർസ്പെക്റ്റീവിലൂടെ മാത്രമല്ലാതെ എല്ലാവരുടെയും, സൊസൈറ്റിയിലെ എല്ലാവരുടെയും കാഴ്ചപ്പാട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂസ് കവറേജ് ആയിരിക്കണം എന്ത് ന്യൂസായാലും, വെദർ ഇറ്റ് ബി ഹാർഡ് ന്യൂസ് ഓർ സോഫ്റ്റ് ന്യൂസ്. ദിസ് ജെൻഡർ മസ്റ്റ് ബി ഇൻകോർപ്പറേറ്റഡ്. ഈ ജെൻഡർ എന്ന് പറയുന്നത് ന്യൂസിൽ ഉൾപ്പെടുത്തണം എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. സോ മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് must understand that gender is the primary lens through which they should view all other events and issues. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഈവൻറ്റ് ഉണ്ടായാൽ നമ്മൾ പ്രൈമറി ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലൂടെ നോക്കിക്കാണുന്ന അത് ജെൻഡർ ആയിരിക്കണം. ജെൻഡർ ഷുഡ് ബി ദ പ്രൈമറി ലെൻസ് ത്രൂ വിച്ച് ദേ ഷുഡ് വ്യൂ ഓൾ അതർ ഈവൻറ്റ്സ് ആൻഡ് ഇഷ്യൂസ്. എവറി ഇഷ്യൂ ഓർ ഈവൻറ്റ്സ് എഫക്ട്സ് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് ഡിഫറെൻ്റ്ലി. സോ ഏത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് എഫക്റ്റ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എല്ലാ ജെൻഡറിനും ഒരുപോലെ അല്ല. ഇറ്റ് എഫക്ട്സ് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് ഡിഫറെൻ്റ്ലി. എല്ലാവർക്കും പലതരത്തിലായിരിക്കും അത് ബാധിക്കുന്നുണ്ടാവുക. സോ റീഡിങ് ഓർ വ്യൂയിങ് ന്യൂസ് ത്രൂ എ ജെൻഡർ ലെൻസ് വിൽ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എനി ഇഷ്യൂ ഓർ ഓഫ് ദാറ്റ് ഇഷ്യൂ. സോ നമ്മൾ ഈ ജെൻഡർ ലെൻസിലൂടെ നമ്മൾ ഒരു ന്യൂസ് വായിക്കുകയോ ന്യൂസ് കാണുകയാണെങ്കിൽ എന്താണ് ആ ഒരു ഇഷ്യൂവിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹെൻസ് ഇറ്റ് ഈസ് ഹൈ ടൈം to integrate gender into the mainstream media coverage.
സോ മെയിൻ സ്ട്രീം മീഡിയ കവറേജിലേക്ക് ഈ ഒരു ജെൻഡർ ലെൻസ് ഉൾപ്പെടുത്തണം. ഇറ്റ് ഈസ് ഹൈ ടൈം. ഈ സമയം ഇനി കൂടുതൽ ലേറ്റ് ആക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഇൻകോർപ്പറേറ്റ് ദിസ് ജെൻഡർ ഇൻ ടു ദ മെയിൻ സ്ട്രീം ന്യൂസ്. വെറും സോഫ്റ്റ് ഏരിയയിലേക്ക് തള്ളപ്പെട്ട ഈ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റൊക്കെ എന്താണ്? ദിസ് ജെൻഡർ വാസ് ഔട്ട് ഓഫ് ദി ഗെട്ടോ എന്നാണ്. അതൊരു സൈഡ് ലൈൻ ചെയ്തതാണ്, മാർജിനലൈസ് ചെയ്തതാണ്. ഈ മെയിൻ സ്ട്രീമിലേക്ക് ഒരിക്കലും ഈ ജെൻഡർ എന്ന് പറയുന്ന സംഭവം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും എന്താണ്? ഇറ്റ് ഈസ് മാർജിനലൈസ്ഡ് ആസ് എ സോഫ്റ്റ് നീഷ ഇഷ്യൂസ് എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ സ്പെസിഫിക് ആയ കാര്യങ്ങൾക്ക് മാത്രമായിരുന്നു ഈ ജെൻഡർ ഉൾപ്പെടുത്തിയിരുന്നത്. മെയിൻ ന്യൂസിൽ എപ്പോഴാണോ കൊണ്ടുവരുന്നത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. സോ ഹിയർ it is time to integrate gender into so-called mainstream media coverage instead of continuing to think of it as a soft niche issue that can be left to special interest journalists. സോ ഈ സോഫ്റ്റ് നീഷ ഇഷ്യൂസ് എന്താണ്? സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ജേർണലിസ്റ്റ്ക്ക് തള്ളപ്പെടുകയാണ് അല്ലേ? ലീവിങ് റിയൽ സീരിയസ് ജേർണലിസ്റ്റ്. അപ്പോൾ റിയൽ ആയിട്ട് സീരിയസ് ജേർണലിസ്റ്റ് എന്താണ്? ഫോക്കസ് അപ്പാരൻ്റ്ലി ഓൺ ഇമ്പോർട്ടൻറ്റ് ഹാർഡ് സ്റ്റഫ്. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ജേർണലിസ്റ്റിന് എന്താണ് അവർക്ക് ടോപ്പിക് കൊടുക്കുക? സോഫ്റ്റ് നീഷ ഇഷ്യൂസും. പിന്നെ ഈ സീരിയസ് ജേർണലിസ്റ്റ്ക്ക് ഹാർഡ് ന്യൂസാണ് കൊടുക്കുക. സോ ഇങ്ങനെയുള്ള ഒരു വേർതിരിവില്ലാതെ എല്ലാത്തിലും ജെൻഡർ ഉൾപ്പെടുത്തണം എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. നെക്സ്റ്റ്, അമ്മു ജോസഫ് then recollects one of her personal experience as a teacher in a journalism institute. സോ അടുത്തത് അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. ഒരു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. എന്താണ്? ഒരിക്കൽ ഷീ വൺസ് അസൈൻഡ് എ സ്റ്റുഡൻറ്റ്, ഒരു കുട്ടിയോട് ഒരു അസൈൻമെൻറ്റ് പറയുകയാണ്. എന്താണ്? ടു ഇൻ്റർവ്യൂ എ സീനിയർ എഡിറ്റർ സ്പെഷ്യലൈസിങ് ഇൻ എക്കണോമിക്സ് അഫയേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു സീനിയർ എഡിറ്ററെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്താണ് ടോപ്പിക്ക്? ജെൻഡർ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ദെൻ യൂണിയൻ ബഡ്ജറ്റ്. സോ യൂണിയൻ ബഡ്ജറ്റിലെ ജെൻഡർ സജഷൻസ് എന്താണ് എന്നാണ് ടോപ്പിക്ക്. പക്ഷേ ഇവിടെ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആ സീനിയർ എഡിറ്റർ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ തിരിച്ചയക്കുകയാണ്. ഹിസ് ഡിസ്മിസിങ് ദാറ്റ് സ്റ്റുഡൻറ്റ്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എന്താണ്? വാട്ട് ഡസ് ദ ബഡ്ജറ്റ് ഹാവ് ടു ഡു വിത്ത് ജെൻഡർ? ജെൻഡറും ബഡ്ജറ്റും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞ് അയാൾ ആ കുട്ടിയെ ഒഴിവാക്കുകയാണ്. പക്ഷേ the senior editor had no enough awareness of the importance of viewing things through gender lens. അയാൾക്കൊരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. എന്താണ്? ഒരു കാര്യങ്ങളെ ജെൻഡർ ലെൻസിലൂടെ എങ്ങനെ കാണണം എന്നുള്ള അറിവ് അയാൾക്കുണ്ടായിരുന്നില്ല. ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ദ ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരം ഇൻട്രൊഡ്യൂസ്ഡ് ദ ജെൻഡർ ബഡ്ജറ്റിംഗ്. സോ എന്താണ് ജെൻഡർ ബഡ്ജറ്റിംഗ്? ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജെൻഡർ സെൻസിറ്റീവ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ആണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിമന് വേറെ തന്നെ ഒരു ബഡ്ജറ്റ് വേണമെന്നോ അല്ലെങ്കിൽ വിമൻ്റെ ബഡ്ജറ്റ് വേറെ തന്നെ അത് ഡിവൈഡ് ചെയ്യണം എന്നല്ല. ഇറ്റ് ഡസ് നോട്ട് മീൻ ടു ഡിവൈഡ് ഓർ സെപ്പറേറ്റ് ബഡ്ജറ്റ്സ് ഫോർ വിമൻ. ഇൻസ്റ്റെഡ് അതിന് പകരം അതെന്താണ് എയിം ചെയ്യുന്നത്? ടു അനലൈസ് ദ ബഡ്ജറ്റ് ഫ്രം എ ജെൻഡർ പെർസ്പെക്റ്റീവ് എന്നാണ്. ഒരു ബഡ്ജറ്റിനെ ജെൻഡർ കാഴ്ചപ്പാടിലൂടെ എങ്ങനെ അനലൈസ് ചെയ്യാം, അതാണ് അത് എയിം ചെയ്യുന്നത്. അല്ലാതെ വിമന് വേറെ ബഡ്ജറ്റ് വേണം എന്നല്ല ജെൻഡർ ബഡ്ജറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ജെൻഡർ ഇനീക്വാലിറ്റി ഇഷ്യൂസ് ക്യാൻ ബി അവോയ്ഡഡ് ഇൻ ബഡ്ജറ്റ് പോളിസീസ്. അങ്ങനെ നമുക്ക് എന്താണ് ബഡ്ജറ്റ് പോളിസീസിൽ വരുന്ന ഈ ജെൻഡർ ഇനീക്വാലിറ്റി ഇഷ്യൂസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് കൊണ്ടുവന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ജെൻഡർ ബഡ്ജറ്റിംഗ്. എന്താണ്? ഇറ്റ് ഈസ് ജെൻഡർ സെൻസിറ്റീവ് ബഡ്ജറ്റിംഗ്. ഇറ്റ് എയിംസ് അറ്റ് അനലൈസിങ് ദ ബഡ്ജറ്റ് ഫ്രം എ ജെൻഡർ പെർസ്പെക്റ്റീവ്. അല്ലാതെ ഇറ്റ് ഡസ് നോട്ട് മീൻ ടു ഹാവ് എ സെപ്പറേറ്റ് ബഡ്ജറ്റ് ഫോർ വിമൻ. This introduction of gender budgeting in Parliament during his presentation of the Union Budget 2005 and 6 2005 and 6ലാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് പി ചിദംബരം. Itself underscores the importance of reading a budget through a gender lens, which that senior editor could not see or recognize. This concept of gender budgeting actually makes us understand
ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് എ ബഡ്ജറ്റ് ത്രൂ എ ജെൻഡർ ലെൻസ്. ഒരു ബഡ്ജറ്റിനെ നമ്മൾ വായിച്ചെടുക്കണമെങ്കിൽ അത് ജെൻഡർ ലെൻസിലൂടെ നോക്കണം എന്നുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുകയാണ്. പണ്ട് സീനിയർ എഡിറ്റർ അതൊരിക്കലും once he could not recognize, അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. But sadly, Ammu Joseph recognizes that this is not just his lack of awareness, there are many others like him. ഇയാളുടെ മാത്രം ഒരു അറിവില്ലായ്മല്ല, ഒരുപാട് പേര് ഇങ്ങനെയാണ് എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. There are many others who do not have this awareness, the importance of gender reading in budget. Even after the introduction of gender budgeting introduce ചെയ്തിട്ടും many budget highlights often ignore the gender aspects of the budget. ഒരുപാട് ബഡ്ജറ്റ്സ് എന്താണ് ഈ ഒരു ജെൻഡർ ആസ്പെക്ട്സിനെ ഇഗ്നോർ ചെയ്യുകയാണ്. Nobody takes efforts to point out the impact of budget policies on different men and women. ആരും തന്നെ എഫേർട്ട് എടുക്കാൻ മുന്നോട്ട് വരുന്നില്ല. എന്താണ് ഈ ബഡ്ജറ്റ് പോളിസീസ് എങ്ങനെ മെന്നിനെയും വിമനെയും ഡിഫറെൻ്റായിട്ട് ബാധിക്കുന്നു എന്നുള്ള പോയിൻ്റ് ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അല്ല ഈ ഒരു ഇഗ്നറൻസ്, ഈ ഒരു അറിവില്ലായ്മ ഇങ്ങനെ സ്റ്റിൽ പ്രിവെയിൽസ്, ഇറ്റ് കണ്ടിന്യൂസ്, ഇറ്റ് ഗോസ് ഓൺ. നെക്സ്റ്റ് അമ്മു ജോസഫ് quotes feminist economist Vibhuti Patel, who says that most policies and programs outlined and provided for in official budgets at the national, state and panchayat levels impact women in particular ways. സോ ഏത് പോളിസി എടുത്താലും ബഡ്ജറ്റിൽ നാഷണൽ ലെവലായാലും സ്റ്റേറ്റ് ലെവലായാലും പഞ്ചായത്ത് ലെവലായാലും അത് വിമനെ ഇമ്പാക്റ്റ് ചെയ്യും, ചില രീതിയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും ഇൻ എ പെർട്ടിക്കുലർ വേസ്. ദീസ് റേഞ്ച് ഫ്രം ഈ എന്തൊക്കെ പോളിസീസാണ് ഏത് മുതലാണ് ഇത് റേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫ്രം ഇൻക്രീസിങ് പ്രൈവറ്റൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ സർവീസസിൽ കൂടുതൽ പ്രൈവറ്റൈസേഷൻ നൽകാം, അല്ലെങ്കിൽ ഹ്യൂജ് ഔട്ട്ലേസ് ഓഫ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് സ്മോൾ സേവിങ്സ് ടു ദ നമ്പർ ഓഫ് ഫാമിലീസ് കവേർഡ് ബൈ ആൻറ്റി പോവർട്ടി സ്കീം. ഇതൊക്കെ ബഡ്ജറ്റ് പോളിസീസാണ് കേട്ടോ. From the prices of agricultural inputs and produce to the incentives and disincentives operating in various industrial sectors. ഇൻസെൻറ്റീവ്സ് ഡിസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടാക്സസിൽ വരുന്നതാണ്. ഒന്ന് ടാക്സ് കൂട്ടിയിട്ട് അവർ ഗവൺമെൻറ് ഡിസ്കറേജ് ചെയ്യുക, അല്ലെങ്കിൽ ടാക്സ് കുറച്ചുകൊണ്ട് ആ ബിസിനസ്സെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സ് ഡിസെൻറ്റീവ്സ്, പിന്നെ ഡിഫൻസിലെ എല്ലാം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും ലാസ്റ്റ് പോവർട്ടി സ്കീമിൽ ഫാമിലീസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സ്കീം ഇടും അല്ലേ, സ്മോൾ സേവിങ് സെക്ടേഴ്സൊക്കെ തുടങ്ങും. ഇതൊക്കെയും ഇറ്റ് ഹാസ് ഇമ്പാക്റ്റ് ഓൺ വിമൻ ഇൻ പെർട്ടിക്കുലർ വേ. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇത് വിമനെ ബാധിക്കുന്നുണ്ട് എന്നാണ് വിഭൂതി പാട്ടേൽ പറയുന്നത്. സോ നെക്സ്റ്റ് വിഭൂതി പാട്ടേൽ ഈസ് അനലൈസിങ് ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് 2007 and 2008 ഫ്രം എ ജെൻഡർ പെർസ്പെക്റ്റീവിലൂടെ ജെൻഡർ കാഴ്ചപ്പാടിലൂടെ യൂണിയൻ ബഡ്ജറ്റ് അനലൈസ് ചെയ്യുകയാണ്. അതിൽ അവർക്ക് കൂടുതലും ഡിസപ്പോയിൻമെൻ്റാണ് ഉണ്ടായിരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്ന ആ സെക്ടറിൽ അബൌട്ട് 94% ഓഫ് വിമൻ ഓഫ് ഇന്ത്യ ആർ വർക്കിംഗ് ദെയർ, അവിടെ കഷ്ടപ്പെടുകയാണ്. പക്ഷേ ആ ഒരു സെക്ടറിന് ആകെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് വളരെ ചെറിയൊരു തുകയാണ്. സോ ഹിയർ ഷീ ഈസ് ഡിസപ്പോയിൻറ്റഡ്. പിന്നെ വേറെ ഷീ ഈസ് ഡിക്രൈഡ്. ഷീ ഓൾസോ സേസ് ദാറ്റ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ എന്നുള്ള ആ ഒരു ബഡ്ജറ്റ് അലൊക്കേഷനിൽ വിമനെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ദേ ഡു നോട്ട് ഇൻക്ലൂഡ് വിമൻ ഇൻ ദിസ് ബഡ്ജറ്ററി അലൊക്കേഷൻ. എന്ന് വാട്ടർ സപ്ലൈ സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും അത് എഫക്റ്റ് ചെയ്യുന്നത് വിമൻസ് ലൈഫിലെയാണ്, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് അമംഗ് ദ urban വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ബഡ്ജറ്റ് അലൊക്കേഷനിൽ വിമനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് വിഭൂതി പാട്ടേൽ പറയുന്നത്. പക്ഷേ ആക്ച്വലി വാട്ടർ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അത് ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? വിമനെയാണ്. എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ അർബൻ ഏരിയാസിലെ വളരെ പാവപ്പെട്ട അവരുടെ ലൈഫിലും കൂടുതലും വാട്ടർ സപ്ലൈൻ്റെ എഫക്റ്റ് ഉണ്ടാവുക വിമൻസ് ലൈഫിലാണ്. പിന്നെ ആ ഒരു ബഡ്ജറ്റിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ള വിമന് പ്രത്യേകതരം അലോട്ട്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് വേറെ സ്പെസിഫിക് അലോട്ട്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല.
പിന്നെ വേറെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഉള്ളൊരു ധാരണ എന്താണ്, കുക്കിംഗ് ഓയിൽ ഈസ് ദ ഓൺലി ആസ്പെക്റ്റ് ഓഫ് ദ ബഡ്ജറ്റ് ദാറ്റ് എഫക്ട്സ് ദ വുമൻ അല്ലേ. ഒരു കുക്കിംഗ് ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ മാത്രമാണ് വിമനെ എഫക്റ്റ് ചെയ്യും, ബാധിക്കും എന്നുള്ളത്. പക്ഷേ അത് സത്യമല്ല. ദ പോളിസീസ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ സർവീസസ് ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ, സേവിങ്സ് മാറ്റേഴ്സ്, സാനിറ്റൈസേഷൻ പോളിസീസ്, ഈവൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിലിറ്ററിക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആ പൈസ പോലും എന്താണ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓഫ് വിമൻസ് ലൈഫ്. അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കും എന്നാണ് വിഭൂതി പാട്ടിൽ പറയുന്നത്. So it is important to consider the impact on women of the broader spectrum of issues dealt with in the budget. സോ ഇവിടെ വിഭൂതി പാട്ടിൽ പറയാണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ കൺസിഡർ ചെയ്യണം വിമനെ ബാധിക്കുന്നത് കുറച്ചും കൂടി എന്താണ് ബ്രോഡർ റേഞ്ചിലേക്ക് കൊണ്ടുപോകണം. നാരോ ആയിട്ട് ജസ്റ്റ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഒരു അടുക്കളയിൽ ഉള്ള സാധനങ്ങൾ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, കൂടുതൽ ഇഷ്യൂസ് ബഡ്ജറ്റിൽ ഡെൽറ്റ് ചെയ്യുന്ന കൂടുതൽ ഇഷ്യൂസും വിമനെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഇതുവരെ എല്ലാം ക്ലിയറായി. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നോവൻ മടി കാണിക്കണ്ട ഡൗട്ട് ചോദിക്കാൻ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഇഫ് ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് മൈ ഫോൺ യു ക്യാൻ മെസ്സേജ് മീ. ഓക്കെ, താങ്ക് യു.